എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിനെ ക്ലീൻ ചെയ്യണ്ടായോ. അപ്പൊ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണം. നമുക്ക് എന്നാ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് നമ്മുടെ കണവയെ നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇതിനൊന്ന് തൊട്ടാൽ മതി ഇങ്ങനെ പോരാന്. നൈസ് തോല. ഇത് വൃത്തിയാക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ മഷി പൊട്ടിയാൽ പോരുതെന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ കൊള്ളത്തില്ല. ബാക്കിയെല്ലാം എളുപ്പമാണ്. ഇതിനകം വൃത്തിയായുണ്ട്. നമ്മുടെ വൃത്തിയായിട്ടുണ്ട് നമ്മുടെ കണവ. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാത്തിനും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ കണവ ക്ലീൻ ചെയ്യുമ്പോൾ അതെ കണവയുടെ ഉള്ളിൽ നമ്മൾ കണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്താണെന്ന് അറിയാം. ഇങ്ങനെ കൊച്ചു പൊടി മീനുകൾ, മറ്റു മീനുകൾ, അഴുക്കുകളൊക്കെ കാണും ഇതിനകത്ത്. അതെല്ലാം നമ്മൾ എടുത്ത് കളയണം. ഇത് വേറെ അല്ലേ? അതെന്തോ മീനാ? എന്താ ഇമാതിരി ഇതാണ് മഷിയല്ലേ എന്റെ മഷി കണ്ടാ? ഈ കൊച്ചു പൊടിമീനൊക്കെ ഇതിന്റെ ആഹാരം അറിയാ. അല്ലാതെ ഇത് വേറൊന്നുമല്ല. പിന്നെ ഇത് മുള്ളില്ലാത്തൊരു മീനാണ്. മുള്ളേ മാംസം മാത്രമല്ല. അതാ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പൊ നമുക്ക് കൊടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ലതായിട്ട് വേവണം. വെന്തില്ലേ പണി കിട്ടും. വയറുവേനയൊക്കെ. അതാ വയറുവേന എടുക്കും. ഇത് രണ്ട് സൈസിലെ കണവായ മറ്റോ ഉണ്ട്. ഓലക്കണവാന്ന് അതാന്ന് തോന്നിയത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ നമ്മള് വാങ്ങിയത് കൂടുതൽ കാര്യം എനിക്കറിയത്തില്ല. ഈ ഓലക്കണവാന്നും പറഞ്ഞ രണ്ട് സൈസ് കണവയുണ്ട്. അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള കണവ. ഇതിന് ചെറുതുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് വെട്ടിയെടുക്കാൻ, ക്ലീൻ ചെയ്തെടുക്കാൻ. അല്ല പൊതുവേ കണവ ക്ലീൻ ചെയ്യാൻ എടുക്കാം. നമ്മുടെ അതിന്റെ പിച്ചാത്തി ഉപയോഗിക്കണ്ട, കട്ട് ചെയ്യാൻ മാത്രം പിച്ചാത്തി മതി. നമ്മൾ കൈ കൊണ്ടുള്ള പരിപാടിയില്ല കൂടുതലും. ഇതിന്റെയും വലുതുണ്ടോ? പിന്നെ വലുതുണ്ട്, വലുതുണ്ട് അല്ലേ? ചെറുത് പിന്നെ എല്ലാം എളുപ്പമാണ്. പക്ഷെ ചെറുതാകുമ്പോ കുറച്ച് നേരം എടുക്കും. ഇതില് ചെറുതുണ്ടോ? ഉണ്ടോ? അമ്മയാണ് ക്ലീൻ ചെയ്യുന്ന ആള്, എക്സ്പെർട്ട്. ചില സമയത്തെ ഇത് എപ്പോഴും ഒന്നും കിട്ടുന്ന മീനല്ലല്ലോ. സീസൺ ഉണ്ടല്ലോ. ഇതിനകത്തും കൊച്ചുമീനുണ്ട്.
ഇതെടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ എല്ലാം വൃത്തിയാക്കി ക്ലീൻ ആക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അത് പാടാ. മീനുകളുണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ടോ? ഇതിനകത്ത് അങ്ങനത്തെ ഇരിക്കില്ല. ഇതെല്ലാം തിന്നേച്ചിരുന്നപ്പോഴാണ് വലയിടുന്നത്. പക്ഷെ ഇത് വെട്ടി വെക്കുമ്പോ എന്തോ വൃത്തിയാണ്. ഇത്രയും വൃത്തിയുള്ള മീൻ വേറെ ഇല്ല. നമുക്ക് അതിന്റെ ഭംഗി തന്നെ നോക്കിക്ക്. നല്ല വിള വിള വിളവിളാന്ന്